എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡിയറെ കുറിച്ച് പറയാനാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് ടയർ വെട്ടിത്തേഞ്ഞു, ഒരു സൈഡ് വെട്ടിത്തേഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കമന്റ് ആയിട്ട് പേഴ്സണലി ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷോക്ക് ഓഫറാണ്. വണ്ടിയുടെ ഫ്രണ്ട് ഷോക്ക് ഓഫർ അതിപ്പോൾ മാറി ഈ വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഷോക്ക് ഓഫർ പുതിയതിപ്പോൾ ഇട്ടിരിക്കുകയാണ്. ഇതിൽ കിടന്ന പഴയ ഷോക്കാണ്. ചിലർ മാറുന്ന ടൈമിൽ പറഞ്ഞാൽ ഒരു ഷോക്ക് മാത്രം മാറുന്നുണ്ട്, ഒരു ഷോക്ക് മാത്രം മാറുന്ന വെച്ച് ഈ ഒരു കംപ്ലൈന്റ് മാറത്തില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലത്തെ ഷോക്ക് ഓഫ് കംപ്ലൈന്റ് ഉള്ള ഷോക്ക് ഓഫറിന്റെ ആ സൈഡിലെ ടയർ വെട്ടി തേയാൻ വേണ്ടി തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു കാരണവശാലും ആരും മാറരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലർ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നും പുഷും മാത്രമായ ഒരു കാര്യം. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു പിന്നും അതുപോലെ തന്നെ പുഷും വരുന്നത് ഇത് ഗ്രീൻ പുഷായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു സാധനം മാറിക്കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നം അവസാനിക്കത്തുമില്ല. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാത്ത കാര്യം കൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥയിൽ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യണപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഷോക്ക് ഓഫർ രണ്ടും പുതിയത് മാറുക. ഇത് മാറുന്നതിനൊപ്പം തന്നെ പിന്നും പുഷും ഗ്രീൻ പുഷും മാറി ചെയ്താൽ മാത്രമേ ഈ ഒരു ഫ്രണ്ടിലത്തെ ഈ ഒരു കംപ്ലൈന്റ് മാറി കിട്ടുള്ളൂ. ഫ്രണ്ട് ടയറിന്റെ ഒരു സൈഡ് മാത്രം എടുത്തതിന് പ്രധാന കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളാണ്. ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്താൽ മാത്രമേ ഈ ഒരു കംപ്ലൈന്റ് പൂർണ്ണമായിട്ട് മാറി കിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.